കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. പനിയും ജലദോഷം ഇവൻ തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന വില്ലൻ. എൻ്റെ അമ്മ എപ്പോഴും പറയേ പൊടി ചേറാവുമ്പോഴും ചേറ് പൊടിയാവുമ്പോഴും എപ്പോഴും മനുഷ്യന്മാർക്ക് അസുഖം തന്നെയാണെന്ന്. കാലാവസ്ഥ മാറ്റമാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത് കേട്ടാ. പറഞ്ഞ് ഞാൻ അത് എടുക്കാൻ പോണത് വിഷയം മാറിപ്പോയി. രാത്രി സമയം 10 മണി. ഉണ്ണിയപ്പം എവിടെ നിന്നറിയില്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു സാധനമാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എനിക്കിപ്പോൾ കഴിക്കണം. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാനിതപ്പം ചത്തു പോകുന്നുള്ളൊരവസ്ഥയിലാട്ടോ ഞാൻ നിൽക്കണത്. ഉമ്മ കാണാണ്ട് വേഗം അടുക്കളയിൽ പോയി നോക്കി. അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് റവയും മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും 2 പിഞ്ച് ചെറിയ ജീരകവും കുറച്ച് ഏലക്കപ്പൊടിയും 2 അച്ച് ശർക്കര പാവ് കാച്ചിട്ട് ഒഴിച്ചതും 1 ടേബിൾ സ്പൂൺ നെയ്യും എല്ലാം കൂടെ മിക്സാക്കി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയും കൂടെ വറുത്തിട്ടും കൂടെ ഒഴിച്ച് നല്ല മിക്സാക്കിയിട്ട് എല്ലാം കൂടെ മിക്സാക്കിയത് 2 ടേബിൾ സ്പൂൺ ആദ്യമായിട്ട് കഴിച്ച് ഹാവൂ ഒരു സമാധാനമായി. പിന്നെ പൊരിക്കാൻ വേണ്ടി പാത്രം എടുത്തപ്പോഴേക്കും പണിപാളി ഉമ്മ പൊക്കി. ഇനി അടുക്കളയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ഞാൻ ആ മാവെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ്. പിറ്റേ ദിവസം ഒരു ഉച്ചമുക്കാലായതിനു ശേഷമാണ് പണികളൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാനിത് പൊരിക്കാൻ നിൽക്കണത് കേട്ടോ. സാധാരണ പോലെ തന്നെ ചൂടുള്ള എണ്ണയിലേക്ക് മാവി കോരി ഒഴിക്കുന്നു, അത് ഒരു ഭാഗം മൊരിയുന്നു, മറിച്ചിടുന്നു, പിന്നെയും പൊരിയുന്നു, കോരിയെടുക്കുന്നു, തിന്നുന്നു. ശുഭം. നമ്മളെ കുറേ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുക എന്നുള്ളത് എനിക്കിപ്പോഴാട്ടോ മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും പോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.